Hey my dear guys, welcome to the sessions of the CA Intermediate Paper number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് A16 ബോറോയിങ് കോസ്റ്റ്. യെസ്, ഇതിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി എത്തിയിട്ടുണ്ട്, ഒരു ലോൺ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാണ്? 580 ലാക്കാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? മോഡേണൈസേഷൻ ആൻഡ് റെനോവേഷൻ ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡേണൈസേഷൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്കീം ഇത് നമ്മൾ എന്നാണ് 31 മാർച്ച് 2022 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോഡേണൈസേഷന് എത്ര രൂപയായിട്ടുണ്ട്? 406 ലാക്കാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, അത് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 58 ലാക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വാൻസ് ടു സപ്ലയർ. എന്തിനു വേണ്ടി? അഡീഷണലായിട്ട് മെഷീനറീസ് സപ്ലൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ലോണായിട്ടുള്ള 116 ലാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ യൂട്ടിലൈസ്ഡ് ഫോർ ദ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ടോട്ടലായിട്ട് നമ്മൾ ഇൻക്വയർ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 52.2 ലാക്കാണ് ഈ ഒരു പീരീഡിൽ ഇൻക്വയർ ആയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിന് മുമ്പ് പോകുമ്പോഴേക്ക് എന്താണ് ഇവിടെ ഒരു കോൺസെപ്റ്റ് സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് കാണാതെ പഠിച്ചിട്ട് പോവുക എന്ന് പറയുന്നതിനെക്കാട്ടിലുപരിയായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻസിനകത്തായിരിക്കും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ ആണോ? കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ A16 പറയുന്നത് നിങ്ങളൊരു അസറ്റിൻ്റെ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ്, ഈ 3 കാര്യത്തിനകത്ത് ഒരു കാര്യം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻറ്റൻഡഡ് യൂസിനെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഈ ഒരു കണ്ടീഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ക്വസ്റ്റ്യൻ എന്തോ ആട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചെയ്തു, ഇതിനകത്ത് ഇങ്ങനെ ചെയ്തു, വട്ടവർ ദ കേസ് മേ ബി, നിങ്ങൾക്ക് അസംഷൻ എടുത്തിട്ട് പോയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ ആണോ? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്തുള്ള ഒരു ട്രിക്കി പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരുന്നു? 580 ലാക്ക് അത്രയും രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ലോണ് എടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു? ആ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 3 കണ്ടീഷനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇൻകർ ആയിരിക്കണം. ആൻഡ് ദെൻ നമ്മുടെ ഇൻറ്റൻഡഡ് യൂസിനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെ, ആ അസറ്റിനെ എന്തായിട്ടായിരിക്കും വിളിക്കുന്നത്? ക്വാളിഫയിങ് അസറ്റ്. അല്ലാത്തതിനെ എന്താ വിളിക്കുക? നോൺ ക്വാളിഫയിങ് അസറ്റായിട്ടായിരിക്കും വിളിക്കുന്നത്. ഇൻ ദിസ് കേസ് എന്താ സംഭവിച്ചേക്കുന്നത്? മോഡേണൈസേഷൻ ആൻഡ് റിനോവേഷൻ ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു വർഷത്തിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 12 months ജസ്റ്റിഫയബിൾ ആണ് എങ്കിൽ അതിൽ കുറവുള്ള പീരീഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്യാണ് ഇതെന്താണ്? ഒരു ക്വാളിഫയിങ് അസറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻക്വയർ ചെയ്തിരിക്കുന്നത് 406 ലാക്ക് ആയിരിക്കും വരുന്നത്. പ്രപ്പോർഷനേറ്റ്ലി നമ്മൾ എടുക്കുകയാണ് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 52.2 ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നത്. ഇതിനകത്ത് എത്രയാണ് ക്വാളിഫയിങ് അസറ്റിൻ്റെ പാർട്ട് ഉണ്ടായിരിക്കുന്നത് അത്രയും പാർട്ട് എന്ത് ചെയ്യുക? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 36.54 ആയിരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് വരുന്നത്. ആ ഇൻട്രസ്റ്റ് പോർഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കണം. ഓക്കെ ആണോ? യെസ്, ഇതാണ് ഡിസ്കസ് നമ്മൾ ചെയ്യുന്നത്. യെസ്. ഇനി അതർ അസറ്റ്സിനകത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ഇനി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. കുറേ അഡീഷണൽ ആയിട്ടുള്ള അസറ്റ്സിനെ എന്ത് ചെയ്യുക? കൊണ്ടുവരാനായിട്ട് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻകർ ആയിരിക്കുന്നത് 58 ലാക്കിൻ്റെ എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇൻകർ ആയിരിക്കുന്നത്. നമ്മൾ ഇതിലും അസംഷൻ എടുക്കുകയാണ്, അസറ്റ് റിലേറ്റ് ചെയ്താണ്. സപ്ലയേഴ്സിന് ജനറലി എന്താണ് അഡ്വാൻസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത്, അത് പെട്ടെന്ന് കൊണ്ട് ഡെലിവറി ചെയ്യുന്നൊരു കേസാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ ആണോ? ബട്ട് അഡ്വാൻസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന എന്താണ്? കുറച്ച് പീരീഡ് എടുക്കും എന്നുള്ള ഒരു ഇതിൻ്റെ ഹിൻ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്വാളിഫയിങ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് ഇൻക്വയർ ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് 58 ലാക്ക് ആയിരിക്കും ഇൻക്വയർ ആയിരിക്കുന്നത്. നമുക്കുണ്ടായിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും?
2.2 ആണ് നമ്മളെ ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇതിനകത്ത് നിന്നിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതിനകത്ത് നിന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വാട്ട് എവർ ദ പോർഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ക്വാളിഫയിങ് അസറ്റ് അതിനെ എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് 5.22 ആയിരിക്കും നമ്മുടെ എന്ത് വരുന്നത്? ക്യാപിറ്റലൈസേഷൻ എമൗണ്ട് ആയിട്ട് വരുന്നത്, ആ ഒരു ഇൻട്രസ്റ്റ് പോർഷൻ. വർക്കിംഗ് ക്യാപിറ്റലാണ് അടുത്ത എമൗണ്ട് വരുന്നത്, 116 ആയിട്ട് വരുന്നത്. ആ ഒരു എമൗണ്ട് എന്ത് വരത്തില്ല, ഒരു കാരണവശാലും ക്വാളിഫയിങ് അസറ്റ് ആയിട്ട് വരത്തില്ല, അത് വർക്കിംഗ് ക്യാപിറ്റലാണല്ലോ. അപ്പം ആ ഒരു എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണ്ട? എടുക്കണ്ട. എന്ത് പർപ്പസിനായിട്ട്? നമ്മുടെ ക്യാപിറ്റലൈസേഷൻ പർപ്പസിനായിട്ട്. അതൊരു നോൺ ക്വാളിഫയിങ് അസറ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ട്? നമുക്ക് 10.44 ഇൻട്രസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെൻസ് ആക്കി P&Lനകത്ത് കാണിക്കുക. അപ്പം ടോട്ടലായിട്ടുള്ള നമ്മളുടെ 52.2% എന്ത് ചെയ്യുന്നുണ്ട്? കവർ ആവുന്നുണ്ട്. ഓക്കെ ആണോ? യെസ്. ഇതായിരിക്കും നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനും ഡീല് ചെയ്യുന്നത്, ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് ആൻഡ് അതേഴ്സ്. ഓക്കെ, നമ്മൾ ആ ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡിൻ്റെ അസംഷനാണ് ഇതിനകത്തുള്ള ഒരു കോറായിട്ടുള്ള കാര്യം. ഓക്കെ.